ഹലോ, അപ്പോൾ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത പിക്സലിൻ്റെ 8 75,000 രൂപക്കായിരുന്നു ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത്. അപ്പോൾ അന്നതൊരു ഓവർ പ്രൈസ് ആണ്, കാരണം സ്പെസിഫിക്കേഷൻസ് ഒന്നും ആ പറയുന്ന ലെവലിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രക്കും വലിയൊരു ഫോണല്ല. ബട്ട് ഈ ഒരു ഓഫർ ടൈമിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിലും ഈ പറയുന്ന 75,000 രൂപയുടെ പിക്സൽ 8ൻ്റെ പ്രൈസ്, ഇഫക്റ്റീവായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 33,999 ആയിട്ടാണ് വരുന്നത്. അതായത് 34,000 രൂപ കിട്ടുന്നുണ്ട്. അതായത് 75,000 രൂപയുടെ ഫോണ് 34,000 രൂപ കിട്ടുന്നുണ്ട്. ഇഫക്റ്റീവ് പ്രൈസ് അല്ലെങ്കിൽ നോർമൽ നിങ്ങളായിട്ട് അങ്ങനെ ബാങ്ക് കാർഡ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നോർമൽ ആയിട്ടുള്ള ഒരു സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 39,000 രൂപ കിട്ടുന്നുണ്ട്. സോ നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ് ഈ പറയുന്ന ഫോൺ വരുന്നുണ്ട്. ഇപ്പം പിക്സൽ 8 നല്ല വേർത്തായിട്ടുള്ള മോഡലാണ്. ഞാൻ അങ്ങനെ ഓവറോൾ സ്പെസിഫിക്കേഷൻസ് വൈസ് അങ്ങനെ പറയുന്നില്ല, എന്നാലും ഓവറോൾ ആയിട്ട് പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ലുക്ക് വൈസ് തന്നെ ഒരു പിക്സൽ 8 ആണെങ്കിലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 9 ആണെങ്കിലും അങ്ങനെ വലിയ രീതിയിലുള്ള വ്യത്യാസം തന്നെ വരുന്നില്ല. രണ്ടും നല്ലൊരു പ്രീമിയം ഡിസൈനൊക്കെ തന്നെ ഈ ഒരു 8നും വരുന്നുണ്ട്. പഴയതാണെന്ന് വെച്ചിട്ട് അങ്ങനെ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഔട്ട്ഡേറ്റഡ് ഒന്നും ആയിട്ടുള്ള, ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഫോൺ ആര് കണ്ടാലും ഇത് പിക്സലിൻ്റെ ഫോൺ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഫോൺ അല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റി ഈ ഒരു ഫോണിൻ്റെ ഡിസൈന് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഇതിന് അത്യാവശ്യം ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തുള്ളത്. പുതിയ പിക്സൽ 9 മാറ്റ് ഫിനിഷ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ആണെന്നാണ് തോന്നുന്നത്. ബട്ട് ഇതിന് ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തുള്ളത്. സോ നല്ലൊരു പ്രീമിയം ഡിസൈൻ ഇതിന് വരുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. പിക്സൽ ഫോൺസ് എല്ലാം തന്നെ പഴയ ഫോൺസ് അത്ര രസമില്ല, പക്ഷേ പുതിയ ഇപ്പോഴത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഉഗ്രനായിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. പിന്നീട് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് ടെസ്റ്റിൻ്റെ റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് ഗൂഗിളിൻ്റെ എല്ലാ രീതിയിലുള്ള AI ഫീച്ചേഴ്സും ഈ ഫോണിന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇതിൽ കിട്ടുന്നതായിരിക്കും, പ്രോപ്പറായിട്ട് കിട്ടുന്നതായിരിക്കും. അതൊരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ 6.2 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസ് ആയിരിക്കും ഫോൺ. അങ്ങനെ വലിയ ഗംഭീര സൈസൊന്നും വരുന്നില്ല, ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണായിരിക്കും, സാംസങ് ഫോൺസൊക്കെ പോലെ തന്നെ. അപ്പം അത് കിട്ടുന്നുണ്ട്. പിന്നീട് ക്യാമറ, പിക്സൽ ഫോൺസ് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടുവരുന്ന കാര്യമാണ് ക്യാമറ ദി ബെസ്റ്റ് ആണെന്നുള്ളത്. അതും ഈ ഒരു ഫോൺ ക്യാമറ ദി ബെസ്റ്റ് തന്നെയാണ്. 15 MB ആണ് പ്രൈമറി ക്യാമറ വരുന്നത്. പിന്നീട് 12 MB അൾട്രാ വൈഡ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസ് ഒന്നും തന്നെ വരുന്നില്ല. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം. 8K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നീട് സെൽഫി ആണെങ്കിൽ തന്നെ 10.5 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. ക്യാമറ വൈസ് ഒക്കെ തന്നെ ഉഗ്രനാണ്. മെഗാ പിക്സൽ നോക്കേണ്ട ആവശ്യമില്ല. ഫ്ലാഗ്ഷിപ്പ് ഫോൺ. അപ്പോൾ വേറെ ലെവലായിട്ടുള്ള ക്യാമറ ആയിരിക്കും പിക്സൽ ഫോൺസിൽ വരുന്നത്. സോ ക്യാമറയിൽ നോ ഡൗട്ട് ബെസ്റ്റ് ലെവൽ ഇൻ ദ സെഗ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ബെസ്റ്റ് റേഞ്ച് ഓഫ് ക്യാമറ ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇനി പെർഫോമൻസ് ആണ് ഇതിലൊട്ടും കുറവായിട്ട് എല്ലാവരും പറയുന്ന പെർഫോമൻസ് ആണ്. ബട്ട് ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ കിട്ടുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് പെർഫോമൻസിൽ കിട്ടുന്നതായിരിക്കും. ഇതിൽ വരുന്നത് ഗൂഗിളിൻ്റെ തന്നെ ടെൻസർ ചിപ്സെറ്റാണ്. ടെൻസർ G3 എന്ന ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു 75,000 രൂപ റേഞ്ചിൽ ഇതൊരു പെർഫോമൻസ് അങ്ങനെ തരാത്തൊരു ഫോണാണ്. പക്ഷേ ഇപ്പം 34,000 രൂപക്കിലേക്ക് വരുന്ന സമയത്ത് ദി ബെസ്റ്റ് പെർഫോമൻസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. സോ നോ ഡൗട്ട് നല്ല പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഒരു ഓഫർ പ്രൈസിൽ നല്ല പെർഫോമൻസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. അതിൽ നോ ഡൗട്ടാണ്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ തന്നെ 4575 mAh ബാറ്ററിയും 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്തൊന്നും വരുന്നില്ല, സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. 18 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു ഫോൺ 34,000 രൂപ കിട്ടുന്നുണ്ട്. നിങ്ങളൊരു ഗൂഗിളിൻ്റെ ഫോണാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് പറ്റിയ സമയമാണ്. ഈ ഒരു സമയത്ത് വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത കൊല്ലം മാത്രമേ വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും നല്ല വേർത്തായിട്ടുള്ള നല്ല ബെസ്റ്റായിട്ടുള്ള ഡീലാണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ 8 എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേര് കുറേ വെയിറ്റ് ചെയ്യുന്നു ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കുറയാൻ വേണ്ടി, കാരണം എന്നാൽ മാത്രമേ വാങ്ങിച്ചാൽ മാത്രമേ ഒരു വേർത്തായിട്ട് തോന്നുള്ളൂ. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്, പോയിട്ട് എന്തായാലും വാങ്ങാം. ബാങ്ക് കാർഡ്സൊക്കെ SBI ആണ്, ഒട്ടുമിക്ക ആളുടെ കയ്യിലും SBIയുടെ കാർഡ്സൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അവിടെയൊക്കെ പോയി ചോദിച്ചിട്ട് വാങ്ങാൻ നല്ല ബെസ്റ്റ് ഡീലിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.